ഹായ് ചങ്ങാതിമാരെ, നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന മൈസൂറിലേക്കാണ്. മൈസൂർ സൂ ഏകദേശം ടൗണിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് ഈ ശ്രീ ചാമരാജന്റെ സുവോളജിക്കൽ ഗാർഡൻ അഥവാ മൈസൂർ സൂ എന്നറിയുന്ന മൈസൂറിലേക്ക് നമ്മൾ യാത്ര ചെയ്യാണ്. ഒട്ടുമിക്ക നമ്മുടെ ഏകദേശം ഈ അടുത്തായിട്ട് എല്ലാ രീതിയിലുള്ള മൃഗങ്ങളും ഉള്ള ഏക സൂ ആണ് മൈസൂർ സൂ. ആ സൂവിലേക്കാണ് നമ്മുടെ യാത്ര. ഏകദേശം ഒരാൾക്ക് 120 എന്ന നിരക്കിലാണ് മൈസൂർ സൂവിൽ പ്രവേശന എൻട്രൻസ് ഫീസ്. ഇന്ത്യ പാക് യുദ്ധം മൂലം നല്ല തിരക്കും അതുപോലെ തന്നെ കർശന നിയന്ത്രണവും പരിശോധനയും എല്ലാം തന്നെയുണ്ട്. അതിൻ്റെ കവാടമാണ്. നമ്മൾ അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്തോട്ട് പ്രവേശിക്കുകയാണ്. അതിൻ്റെ തൊട്ട് മുമ്പ് അതിൻ്റെ ഉള്ളിലുള്ള മൃഗങ്ങളുടെയും അതുപോലെ അതിൻ്റെ ഉള്ള എല്ലാ സാമഗ്രികളുടെയും ഒറ്റ നോട്ടത്തിൽ ഒരു നോട്ടം കണ്ട് നമുക്ക് സൂവിലേക്ക് കടക്കാം. ഒരാൾക്ക് 120 രൂപ എന്ന നിരക്കാണ് ഈ സൂയിൽ പ്രവേശന ഫീസ്. ആദ്യം കയറുമ്പോൾ മയിലാണ്, വെള്ളമയിലാണ്, എങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വിരിച്ചു നിൽക്കുന്ന ആ ഒരു രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റേ സാധാ മയിലാണെങ്കിൽ നല്ലതായിരുന്നു വെള്ള. അതിനുശേഷം ഒരു ചാരത്ത് അങ്ങനെ മയിലിതാ, ആൺമയിലാണ്, വിരിച്ചിട്ടില്ല, അങ്ങനെ നിൽക്കുന്ന രംഗവും നമ്മൾ കണ്ടു. ആദ്യം തന്നെ നമ്മുടെ മനസ്സ് കവർന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ തൊട്ടപ്പുറത്ത് നല്ല യമണ്ടൻ ഐറ്റം അങ്ങനെ നടന്നു വരുന്നതും കാണാം. നല്ല രസമാണ്, നല്ല ഭംഗിയാണ്. കാഴ്ചക്ക് ഇമ്പമാകുന്ന കുട്ടികളായിട്ട് വന്നാൽ അവർക്കും ഒരു ഇമ്പമാകുന്ന ഒരു കാഴ്ചയും കൂടിയാണ്. കുറച്ചപ്പുറത്ത് മാറിയപ്പോൾ അങ്ങനെ കിടക്കുന്നു. ആരാ? യമണ്ടൻ ഐറ്റം കണ്ടില്ലേ? ആ പച്ച പരവതാനിച്ച പുൽമേടിലും അതുപോലെ ആ കൂണ്ടോത്ര വിരസ് നടക്കുന്ന പുലിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് ആ കടുവ അങ്ങ് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു രാവിലത്തെ ഭക്ഷണമെല്ലാം കഴിച്ച് വിശ്രമിക്കുകയാണ്. ഇതേ തൊട്ടപ്പുറത്ത നമ്മുടെ ചട്ടപിടിച്ച സിംഹം. കാരണം ആവേശം രാവിലെ ആയതായിരിക്കും, ഒരു ഉഷാറില്ല സിംഹത്തിന്. ആ സിംഹത്തിനെയും കണ്ട് നമ്മുടെ യാത്ര മുമ്പോട്ട് പോവുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് കണ്ടില്ലേ, നല്ല അടിപൊളി വാലുള്ള ഒരു ഐറ്റം. അവിടെ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാനും നോക്കിയില്ല. ആ വാല് കണ്ടപ്പോൾ എന്താ ഐറ്റം എന്ന് പോലും നോക്കിയില്ല. കണ്ടില്ലേ, 2 എണ്ണം വിലസി നടക്കുകയാണ്. കണ്ടില്ലേ അതിന്റെ വാല്. അതിന്റെ തൊട്ടപ്പുറത്ത ടെറസിന്റെ മുകളിൽ ഗമിച്ചിരിക്കുന്ന ഗജവീരനെ പോലെ ഒരുത്തൻ. അതിന്റെ തലയിൽ നല്ല മുടികളൊക്കെ ഉണ്ട്. നമ്മൾ നല്ലൊരു കവാടം കടന്ന് അടുത്ത സ്ഥലത്തേക്കിരിക്കുകയാണ് അല്ലേ. ടയറേ കൂടെ സർക്കസ് കളിക്കുന്ന മറ്റൊരുത്തൻ. എങ്ങനെയുണ്ട് കാഴ്ച? പൊളിച്ചില്ലേ? തൊട്ടു മുമ്പ് കണ്ടവരുടെ അളിയന്മാരാന്ന് തോന്നുന്നു അല്ലേ. അവനും ആ ടെറസിന്റെ മുകളിൽ അങ്ങനെ ഇരിപ്പാണ്. അല്ല, അതിന്റെ രസം വരുന്ന ഇതാണ് അടുത്തായിട്ട് വാല് തൊട്ടുമ്പോ കണ്ടത്. ആ വാലിന്റെ രസം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും കാണിക്കുന്നത്. മൂക്കണ്ടില്ല, ഒരു കടിക്കാൻ തോന്നുന്നു. അവന്റെ ചാട്ടം നല്ല കിടുവായിട്ട് ഇല്ല, തുള്ളി തുള്ളി അവന്മാരെ ഓട്ടമാണ്. അവനങ്ങനെ രാവിലെ തന്നെ കാലും പൊക്കി ഇരിപ്പാണ്. ഇതല്ല തൊട്ടപ്പുറത്ത് നമ്മുടെ ഐറ്റം കരിമ്പൂച്ച എന്ന് പറഞ്ഞു. കരിമ്പുലി, മറ്റേ നാടൻ പുലിയും അതുപോലെ കരിമ്പുലിയും. അവരെങ്ങനെ തൊട്ടുരുമി നിൽക്കുകയാണ്. കരിമ്പുലിനെ കണ്ട ആരും നോക്കിപ്പോ, എൻ്റെ കണ്ണ് മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത ഐറ്റം ഇപ്പൊപ്പൊട്ടാമസ് അല്ലേ പേര്, കണ്ടില്ലേ? അവനും അങ്ങനെ ഒരു തുറന്ന പ്രദേശത്ത് വിരസിച്ച് അങ്ങ് നടക്കുക. ഇതേ അടുത്തവൻ ഇങ്ങനെ നോക്കുക. അവൻ്റെ ആ കൊമ്പും ആ ശരീരം കണ്ടാ ഓർക്കും മറ്റാരും എൻ്റെ ശരീരം കാണുന്നില്ല എന്ന മട്ടിലാണ്. സാധാരണ ഒരു ഇപ്പൊപ്പൊട്ടാമസ് ഇരുന്നാൽ അതിൻ്റെ തൊട്ട് മുകളിൽ സാധാരണ ഒരു കാക്കയാലും മറ്റ് പക്ഷികളോ വട്ടം കൊത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയുണ്ട്. പക്ഷെ ഇത് കാണുന്നില്ല.
ഇത് അടുത്തായിട്ട് എത്തി സീബ്ര. നമ്മളിത് കാണുമ്പോൾ ആദ്യം നമ്മുടെ റോഡാണ് റോഡിലുള്ള യാത്രക്കാർക്ക് വട്ടം കിടക്കാനുള്ള സീബ്ര ക്രോസ് കണ്ടില്ലേ? പെട്ടെന്ന് ഓർമ്മ വരും ആ ഐറ്റം. ഇതാ എത്തി. ഇതെൻ്റെ തൊട്ടടുത്ത ദിശ ഇതാ ഓരോ നിൽപ്പുണ്ട്, ഒരു കൂടെ മാത്രം. എന്താണ് അവൻ? അടുത്ത മനസ്സിലായി, കരടി. കരടിനെ നമ്മൾ കാണുമ്പോൾ ഫസ്റ്റ് ഓർക്കുന്ന അറിയോ? നമ്മള് പണ്ടൊക്കെ കഥകളി കേട്ടിട്ടുണ്ട്. കരടി വരികയാണെങ്കിൽ മരിച്ച വഴി കിടന്നാൽ ഈ കരടി മണത്ത് നോക്കിയിട്ട് പാടെ പോകുമെന്ന്. ഒക്കെ വെറുതെ ആയിരിക്കും കേട്ടോ. ഇതാ തൊട്ടപ്പുറത്ത് ആ കുറുക്കനല്ലേ, കുരുന്നഴി. ഏതൊക്കെയാലും അവനങ്ങനെ ആ ഒരു കാട് ഫീലില് ഉറക്കവും. ഇതേ നമ്മൾ ആദ്യം കണ്ട കരടി, അടുത്ത സെക്ഷനിൽ കരടി. അവൻ ഒറ്റയ്ക്കുള്ള രീതിയിലാണ്. മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന പോലെ ഓരോ വാതിലും മുട്ടുന്നുണ്ട്. ഇവിടെ കുറച്ചങ്ങോട്ടേക്കും നല്ല മനോഹരമായ വെള്ളം, നല്ല രസമാണ്. അതിലുപരി ആ ഒരു ചൂടത്ത് തണുക്കാൻ ഇതൊരു ഐറ്റമാണ്. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അതാ കാര്യം നിസ്സാരമാണെങ്കിലും ഒരുപാട് ഐറ്റം എന്നുള്ളതാണ്. ഇതാ നമ്മൾ അങ്ങോട്ട് നോക്കിയപ്പോൾ മറ്റൊരു ഐറ്റം, കഴുതപ്പുലിയോ എന്തോ, എനിക്ക് പേരൊന്നും അറിയത്തില്ല, എന്തോ ഒരു പേര് പറഞ്ഞു. ഇതേ പിന്നെ കാട്ടുപോത്ത്. അവനങ്ങനെ എന്തോ പച്ചിലേക്ക് തിന്നിട്ട് അയവിറക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടില്ലേ? അതും ഒരു രസമാണ്. ഇതാ അങ്ങ് നോക്കും കാണാം കുറേ ഒരു ഐറ്റം ആനകള്. ഇത് പേടിക്കേണ്ട, ഇന്ത്യൻ ആനയാണ്. പേടിക്കേണ്ട, ഉടൻ തന്നെ ആഫ്രിക്കൻ ആന വരുന്നതാണ്. എന്തോ തിന്നിട്ടിരിക്കുകയാണ്, ഇച്ചിരി ദൂരത്തിലാണ്. കണ്ടില്ലേ? ആന ഐറ്റം. ഇതേ തൊട്ടപ്പുറത്ത് ആഫ്രിക്കൻ ആന. എൻ്റെ കൊമ്പ് കണ്ടില്ലേ? നല്ല ഐറ്റം. അവൻ ഒന്നേ ഉള്ളെന്ന് തോന്നുന്നു. അല്ല, ആ പച്ചപ്പ് വിരിച്ച് വലത്ത് അവനങ്ങനെ നിൽക്കുകയാണ്. എനിക്ക് സംശയം മൊബൈലിൽ വീഡിയോ എടുക്കുന്നുണ്ട്, എന്നെ നോക്കുന്നതാണോ? തൊട്ടപ്പുറത്ത് കൂടിൻ്റെ ചെറുതായിട്ട് കാണാം. എത്തി. ആരാ? മുള്ളൻ പന്നി, മുള്ളുള്ള ഐറ്റം. ഇതാ മറ്റൊരു ഐറ്റം. അതിൻ്റെ ഇരിപ്പും ഭാഗം കൊണ്ട നല്ല രസമുണ്ട്. അത് ഒരു ഗ്ലാസിൻ്റെ അകത്ത് അടച്ചിട്ടിരിക്കുകയാണ്. കരടി, നമ്മൾ ആദ്യം കണ്ട കരടി വീണ്ടും കുളിക്കുകയാണ്. കാരണം അവനിങ്ങോട്ടോ യാത്ര പോകുന്ന മട്ടിലാണ് തോന്നുന്നത്. കാരണം കുളിച്ചിട്ട് അവനിങ്ങോട്ടോ യാത്ര പോവുക എന്ന മട്ടാണ്. ഇല്ലാത്ത കുളം. ഇത് കാണുമ്പം ഒരു നിരപ്പ് സ്ഥലം എന്ന് പറയും, പക്ഷേ ഇത് വെള്ളമാണ്. പായൽ വന്ന് കിടക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അത് കാണുന്ന മുതലുണ്ടെന്ന് ഓർക്കും, പക്ഷെ മുതലേ ഇല്ല. അത് ഒട്ടിപ്പുറത്ത് മറ്റു സെക്ഷനിലായിട്ട് ഇതാ ചീങ്കണ്ണിയാ മുതലേ കിടക്കുകയാണ്. ഇതാ അതിനുശേഷം ആമകളുടെ ഒരു കൂട്ടം, അതുപോലെ വെള്ളത്തിലുള്ള നീന്തി തുടിക്കുന്നു. വാഹാ, എന്ത് രസം! ശേഷം നമ്മൾ കണ്ട രമണ്ടൻ, ഒരൊന്നൊന്നര മുതലാ രാമൻ അല്ലേ നിൽക്കുന്നതല്ലേ. കാരണം മറ്റ് ആമകളുടെ രാജാവ് പോലെയാണ്. നമ്മളങ്ങനെ ആമേനെ കണ്ട ശേഷം ഒരു ചെറിയൊരു ഐറ്റം ഉണ്ട്, ജിറാഫ്. അതില്ലല്ലോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴതാ തൊട്ടപ്പുറത്ത് ജിറാഫ് അങ്ങനെ തലയുയർത്തി നിൽക്കുന്നു. നല്ല രസമല്ലേ ജിറാഫ്? കാരണം അതിന്റെ ഹൈലൈറ്റ് എന്നുള്ളത് ആ ജിറാഫാണ്. ഈ സൂയിലെ എല്ലാ നടപ്പും ആ നീണ്ട കഴുത്തുള്ള ആ തലയും അതിന്റെ പുറത്ത് നമ്മൾ ഇരിക്കുന്ന ആലോചിച്ച് നോക്കും അല്ലേ, വരപ്പും ആ നിൽപ്പും നടപ്പും അങ്ങനെ തലയാട്ടിയുള്ള വരവ് ആരും ഒന്ന് നിന്ന് പോകും. അത്രയും രസമാണ് ജിറാഫുകളുടെ ആ കാലും ആ കഴുത്തും ആ ഉടലും എല്ലാം നല്ലൊരു കാഴ്ചയാണ്. എനിക്കുള്ള കാര്യം പറയാമല്ലോ, ഈ സൂയിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി അനുഭവം ഈ ജിറാഫാണ്. നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് കരുതുന്നു അല്ലേ? കാരണം ജിറാഫിനൊരു പ്രത്യേകത, നിലത്തെ പുല്ലെല്ലാം അതേപടി എനിക്ക് ഉയരത്തിലുള്ള പുല്ലുകളാണ് സാധാരണ ഇലകളാക്കിയാണ് തിന്നുന്നത്. അതുപോലെ തന്നെ തീറ്റ കൊടുക്കണമെങ്കിലും മറ്റു മൃഗത്തിലെല്ലാം നിലത്തിട്ട് കൊടുക്കും. ജിറാഫിന് മാത്രം ഉയരത്തിൽ. അതാണ് ഈ സൂയിലെ ഹൈലൈറ്റ്. എങ്ങനെയുണ്ട്?
അല്ല, എത്ര എന്നാലും നമുക്ക് പോരാ. അത് തന്നെ അവിടെ തന്നെ നിന്നപ്പോൾ മനസ്സിലായി ഒരുപാട് സഞ്ചാരികൾ അധിക സമയം നിന്നതും ഈ ജിറാഫിന്റെ ഫ്രണ്ടിൽ തന്നെയാണ്. കണ്ടില്ലേ, രസമാണ്. അങ്ങനെ സൂവിന്റെ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ വരുന്നവരെ ചെറിയ ബൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. ഓക്കെ.